ബിന്ദുവിനെ എനിക്ക് ഓർമ്മയുണ്ട്. പേരൂർക്കടയിലെ ബിന്ദു, അതായത് ഓമന ചേട്ടത്തി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് ആ കേസ്. കാര്യം ആ ചേട്ടത്തി പറഞ്ഞു നിങ്ങൾ സ്വർണ്ണം മോഷിച്ചു, മാലയായിരുന്നു അല്ലേ? മാല മോഷിച്ചു, നിങ്ങൾ അവിടുത്തെ ജോലിക്കാരിയായിരുന്നു അതല്ലേ? അപ്പോ അവസാനം അവര് തന്നെ പറഞ്ഞു മാല എവിടുന്ന് കിട്ടിയെന്ന്. എനിക്ക് മനസ്സിലായി. അപ്പൊ എത്ര അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ആൾക്കാരെ മറന്നുപോയിട്ടില്ല. ആ പേരൂർക്കട കേസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് TV തന്നെ വായിച്ച ഞാനാന്നാ തോന്നുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഏപ്രിൽ 23-ാം തീയതി. ഏപ്രിൽ 23. ഓക്കെ. ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് ബസ്സിനകത്ത് നിൽക്കായിരുന്നു. അതായത് ബിന്ദു ആദ്യം ഈ വീട്ടിലാണ് ജോലിക്ക് നിന്നത് അല്ലേ? എനിക്ക് 2 വീടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നിന്നത് കുടപ്പനക്കുന്നിന്റെ ഒരു വീട്ടിലാണ്. അവിടുത്തെ അമ്മ മരിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴ് അവിടുത്തെ ചേച്ചി പറഞ്ഞു ഓഫീസിൽ പോയി എഴുതിയിട്ടാ ബിന്ദുവിന് വീട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി എഴുതിയിട്ട് എനിക്ക് കബഡിയുള്ളൊരു പത്മജ എന്നൊരു വീട് കിട്ടി. പത്മജ എന്നാണ് അവരുടെ വീട്. ജോലിക്ക് പോകുമായിരുന്നു. അതിനുശേഷമാണ് ഈ ഓമനാടാനിന്റെ വീട്ടില് എനിക്ക് ഫോണിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ജോലി വേക്കൻസി. അങ്ങനെ നോക്കി പോയതാണ് അവരുടെ വീട്ടിൽ. അമ്പലമുക്കിലുള്ള ഓമനാടാനിന്റെ 3 ദിവസമേ പോയുള്ളൂ. 3 ദിവസമേ ആ വീട്ടിൽ ജോലിക്ക് പോയുള്ളൂ. പിന്നെ എനിക്ക് ആ വീട്ടിൽ പോകണ ഇഷ്ടമല്ലായിരുന്നു. വലിയ വീട്, ഭയങ്കര ജോലിയാണ്. ജോലി ഭക്ഷണവും സമയത്ത് തരത്തില്ല. ചിലപ്പോ 3:30 മണി സമയത്തേക്കാണ് ആഹാരം തന്നത്. ചിലപ്പോ ഞാൻ ജോലിക്ക് ചെല്ലാത്ത ദേഷ്യമായിരുന്നു. ഇവര് സോഫയുടെ അടിയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. 2.5 പവന്റെ വലിയ ചുട്ടി ലോക്കറ്റ് എന്തൊക്കെയോ ഉണ്ടെന്ന്. കംപ്ലൈന്റ് കൊടുത്തു. ഞാനാണ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഞാൻ പത്മഞ്ചേരി വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ ബസ് കയറാൻ നിൽക്കുമ്പോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വന്നു. ആദ്യത്തെ വന്നാൽ ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ കോള് ഞാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഹലോ എന്നായി പറഞ്ഞ് പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ബിന്ദു പെട്ടെന്ന് ഇവിടെ വരണം. ഞാൻ എന്ത് സാറേന്ന് വെച്ച് അതിനിടയ്ക്ക് ഞാൻ അവരെ മകളെ ഞാൻ വിളിച്ചു. ഈ ഓമന മകളെ വിളിച്ചു. ഞാൻ ചേച്ചി എന്താണ് കാര്യം? അത് ബിന്ദുവിനെ പണിക്ക് വരാത്തോണ്ട് ബിന്ദുവിന് 3 ദിവസം ശമ്പള പൈസയുമായി മമ്മി പേരുകൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ ചോദിച്ചു ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് വന്നത്, എനിക്ക് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ല് എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലായിരുന്നു അവിടെ എന്തിനാ, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച്, എനിക്ക് പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓട്ടോ വിളിച്ചപ്പോൾ പൈസ ഇല്ലായിരുന്നു. ഇപ്പോഴും പോലീസുകാർ പറഞ്ഞു ഈ രാജീവ് വട്ടപ്പാറയാണ് ഞാൻ ആദ്യം എന്നെ വിളിച്ചത്. ഓട്ടോ വിളിച്ച് വന്നാൽ മതി, നമ്മൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് അവിടെ ചെന്നു. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്നാക്കി.